നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാൾ നിങ്ങളൊരു ജോലി ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. ജോലി ഇതാണ്: 2 പേപ്പറിലായിട്ട് 2 ടേബിളുകൾ അല്ലെങ്കിൽ 2 ലിസ്റ്റുണ്ട്. ഈ 2 ലിസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത ശേഷം ഈ 2 ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസിനെ കണ്ടെത്തുക. ചെയ്തു നോക്കിയിട്ടുള്ളവർക്കറിയാം, വളരെ പ്രയാസമേറിയ ജോലിയാണിത്. ഈ ലിസ്റ്റിൻ്റെ നീളം കൂടുന്നതിനനുസരിച്ച് തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. നേരെ മറിച്ച് ഈ ലിസ്റ്റുകൾ അല്ലെങ്കിൽ ടേബിളുകൾ ഒരു എക്സൽ വർക്ക്ഷീറ്റിലാണോ ഉള്ളതെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ടേബിളുകളിലെ കോമൺ ആയിട്ടുള്ള വാല്യൂസിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല, ആവശ്യമെങ്കിൽ അവയെ ഹൈലൈറ്റ് ചെയ്യാനും സാധിക്കും. സോ എക്സൽ വർക്ക്ഷീറ്റിലുള്ള 2 ടേബിൾ തമ്മിൽ അല്ലെങ്കിൽ 2 ലിസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്ത ശേഷം കോമൺ ആയിട്ടുള്ള വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇവിടെ ഈ വർക്ക്ഷീറ്റിൽ കാണുന്ന ഈ 2 ടേബിളുകൾ ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇടതുവശത്ത് കാണുന്നത് 2021 എന്ന വർഷത്തിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള 15 ആളുകളുടെ ലിസ്റ്റ്. വലതുവശത്ത് കാണുന്നത് 2015 എന്ന വർഷത്തിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള 20 ആളുകളുടെ ലിസ്റ്റ്. പല സൈസിലുള്ള ടേബിളുകൾ തമ്മിൽ അല്ലെങ്കിൽ പല സൈസിലുള്ള ലിസ്റ്റുകൾ തമ്മിൽ വളരെ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും എന്നത് കാണിക്കാനായിട്ടാണ് 2 സൈസിലുള്ള ടേബിൾ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ 2 ടേബിളിലും അല്ലെങ്കിൽ ഈ 2 ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന വ്യക്തികൾ ആരൊക്കെ എന്നത് കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ മാച്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മാച്ച് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ലുക്കപ്പ് വാല്യൂ, ആദ്യത്തെ ലിസ്റ്റിലെ ആദ്യത്തെ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ലുക്കപ്പ് അറേ. ഈ പേരിനെ ഏത് ലിസ്റ്റിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ലിസ്റ്റാണ് ലുക്കപ്പ് അറേ. ഈ പേരിനെ സെർച്ച് ചെയ്യേണ്ടത് ഈ കാണുന്ന രണ്ടാമത്തെ ലിസ്റ്റിലാണ്. രണ്ടാമത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി സെൽ റെഫറൻസുകളെ ലോക്ക് ചെയ്യാനായിട്ട്, അതായത് ഈ ലുക്കപ്പ് അറേ ലോക്ക് ചെയ്യാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. നോക്കുക, സെൽ റെഫറൻസുകൾക്കിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ടത് കാണാം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ ലുക്കപ്പ് അറേ ചേഞ്ച് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ $സൈൻ ആഡ് ചെയ്യുന്നത്. കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് മാച്ച് ടൈപ്പ്, എക്സാക്ട് മാച്ചിന് വേണ്ടി 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫോർമുല 15 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതിനർത്ഥം ജെഫ് ബസോസ് എന്ന വ്യക്തി 2015 ലിസ്റ്റിൽ 15ാമത്തെ പൊസിഷനിലാണുള്ളത്. ഇനി ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇത്തവണ ഫോർമുല നോട്ട് അവൈലബിൾ എററാണ് റിട്ടേൺ ചെയ്തത്. അതായത് ഇലോൺ മസ്ക് എന്ന വ്യക്തി 2015 ലിസ്റ്റിൽ ഇല്ല. വീണ്ടും ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ബിൽ ഗേറ്റ്സിന് നേരെ 1 എന്ന സംഖ്യ വന്നത് കാണാം. അതായത് ബിൽ ഗേറ്റ്സ് 2015 ലിസ്റ്റിൽ 1ാമത്തെ പൊസിഷനിലാണുള്ളത്. ഇവിടെ ഏതൊക്കെ പേരുകൾക്ക് നേരെ നോട്ട് അവൈലബിൾ എറർ വന്നിട്ടുണ്ടോ ആ പേരുകളൊന്നും 2ാമത്തെ ടേബിളിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏതൊക്കെ പേരുകൾക്ക് നേരെ സംഖ്യകൾ വന്നിട്ടുണ്ടോ ആ പേരുകൾ 2 ടേബിളിലും ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഈ സംഖ്യകൾ സൂചിപ്പിക്കുന്നത് ഈ പേരുകളുടെ 2ാമത്തെ ടേബിളിലുള്ള പൊസിഷൻസ് ആണ്. ഇനി കോമൺ ആയിട്ട് വരുന്ന വാല്യൂസിൻ്റെ പൊസിഷൻ കണ്ടെത്തുന്നതിന് പകരം ഈ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫോർമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. എസ്കേപ്പ്, ആദ്യത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. ഈ ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ ഇസ് നമ്പർ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോപ്പി ചെയ്ത ഫോർമുല ഇവിടെ പേസ്റ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ സംഭവിക്കുന്ന ഇതാണ്: നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോർമുല റിട്ടേൺ ചെയ്യുന്നത് ഒരു സംഖ്യയാണോ അല്ല എന്നുള്ളത് ഇസ് നമ്പർ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇനി സംഖ്യയാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ സെല്ലുകളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫോർമാറ്റ്, ഫിൽ, ഏത് കളറിലാണോ സെല്ലുകളെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു തവണ കൂടി ഓക്കെ. നോക്കുക, 2 ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾ ചെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എൻ്റെ പേര് എൻ്റർ ചെയ്യുന്നു, അജയ് ആനന്ദ്, എൻ്റർ. നോക്കുക, ഈ പേരിപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ മാത്രമാണുള്ളത്. ഇവിടെ 2ാമത്തെ ലിസ്റ്റിലും പേര് എൻ്റർ ചെയ്യുമ്പോൾ എൻ്റർ. നോക്കുക,
ഈ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി ഈ സെല്ലുകളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോർമുല നോട്ട് അവൈലബിൾ എറർ റിട്ടേൺ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. മാച്ച് ഫംഗ്ഷന് മുന്നിൽ ഇഫ് എറർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഫോർമുലയ്ക്ക് ശേഷം കോമ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. രണ്ട് ലിസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് കോമൺ ആയിട്ട് വരുന്ന വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിളോടെ നോക്കാം. 2021 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തികളുടെ ലിസ്റ്റുകളാണ് ഈ കാണുന്നത്. ഇനി ഈ രണ്ട് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി ആദ്യത്തെ ലിസ്റ്റിലെ ആദ്യത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. Ctrl+Shift+Down ആരോ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. ഈ കാണുന്ന ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ ഇസ് നമ്പർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മാച്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ കാണുന്ന അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ലിസ്റ്റിലെ ആദ്യത്തെ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക, D4, കോമ. ഇനി രണ്ടാമത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി രണ്ടാമത്തെ ലിസ്റ്റിലെ ആദ്യത്തെ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. Ctrl+Shift+Down ആരോ, കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കോമൺ ആയിട്ട് വരുന്ന പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളെ ഏത് കളറിലാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ കളർ സെലക്ട് ചെയ്യാനായിട്ട് ഫോർമാറ്റ്, ഈ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഒരു തവണ കൂടി ഓക്കെയിൽ പ്രസ് ചെയ്യുമ്പോൾ രണ്ട് ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. സോ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഹാർഡ് കോപ്പിയിലുള്ള, അതായത് പ്രിൻറ്റഡ് കോപ്പിയിലുള്ള ഡേറ്റ മാനുവലി കമ്പയർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അവയുടെ ഇലക്ട്രോണിക് കോപ്പി സംഘടിപ്പിച്ച ശേഷം എക്സൽ പോലുള്ള ഏതെങ്കിലും ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ കമ്പയർ ചെയ്യാം. ഇനി 3-3 ടേബിൾസ് തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ എക്സലിലെ പവർ ക്വറി ഉപയോഗിച്ചുള്ള മെത്തേഡാണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് വരിക. ആ മെത്തേഡിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.